കശീശ സ്ഥാനത്തിന് അതൊരു ദൈവത്തിൻ്റെ വിളിയാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം എന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആ സ്വർഗീയ വിളി കേൾക്കുവാനും ആ വിളിയിൽ ശക്തിപ്പെടുവാനും ക്രമാനുഗതമായി ആ വിളിക്ക് അനുയോജ്യമായി ജീവിതത്തെ രൂപപ്പെടുത്തുവാനും ഈ ശമ്മാസിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അഹ്റോനെ പോലെ ദൈവം വിളിച്ചവനല്ലാതെ ആരും ഈ വിളിക്ക് യോഗ്യനല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ വിളി മാതാപിതാക്കളിലൂടെ, ഗുരുക്കന്മാരിലൂടെ, വൈദികരിലൂടെ ഒക്കെ തിരിച്ചറിഞ്ഞ് ആ വിളിക്കനുസരിച്ച് ജീവിക്കുവാനുള്ള ആ നിയോഗത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ മകനെ സഭയ്ക്ക് നൽകിയ മാതാപിതാക്കൾ, പരിശീലിപ്പിച്ച ഈ ഇടവകയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ, കാലാകാലങ്ങളിൽ ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള വൈദികരെ, അതുപോലെ തന്നെ മറ്റ് പല വിധത്തിൽ സ്വാധീനിച്ചിട്ടുള്ളവരെ, വൈദിക സെമിനാരിയിലെ ഗുരുക്കന്മാരെല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ദിവ്യരഹസ്യങ്ങളുടെ ദൃക്സാക്ഷിയാകുവാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ ഈ ദർഗായിലേക്ക് കയറുവാനുള്ള അവകാശമില്ലായിരുന്നു. ഇനിയും അവിടെ കയറി ദിവ്യരഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നതിനും ആ രഹസ്യങ്ങൾ ദൈവജനത്തിന് വിതരണം ചെയ്യുന്നതിനും ദൈവിക കൃപ കൊണ്ട് നിറയുന്നതിനുമുള്ള ഒരു നിയോഗമാണ്. ശമ്മാസൻ പഠിപ്പിക്കുവാനുള്ള നിയോഗമാണെങ്കിൽ കശീശാസ്ഥാനത്തേക്ക് വരുമ്പോൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു നിയോഗം കൂടെയാണ്. പാപങ്ങൾ മോചിക്കുവാനായിട്ടുള്ള ഒരു നിയോഗമാണ്. അത് വെറുതെ നമുക്ക് യാന്ത്രികമായി ലഭിക്കുന്ന ഒന്നല്ല, നമ്മുടെ ആന്തരികമായ കൃപയിൽ, ദൈവിക കൃപയിൽ വളർന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി തീരുന്ന ഒരു വിളിയാണ്. ഇതൊരു നിയോഗമാണ്. ഇത് ഒരു ഉദ്യോഗമല്ല, ഇതൊരു നിയോഗമാണ്. ആ നിയോഗത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ്. ഈ ദർഗായും ത്രോണോസും തബലീത്തായും വിശുദ്ധ രഹസ്യങ്ങളും ഈ നിരയിൽ ഈ ശമ്മാസിനെ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒപ്പിടുന്നിടത്ത് പറയുന്നുണ്ട്, മശിഹായുടെ കൈയടയാളമാണ്. നമ്മുടെ വ്യക്തിപരമായ അടയാളമല്ല, മശിഹായുടെ കൈയടയാളമാണ് സ്ലീബ. സ്ലീബായ ആകൃതിയിൽ തലമുടിയിൽ നിർജീവമായ തലമുടി കത്തിരിച്ച് മഹാപുരോഹിതൻ അത് സൂക്ഷിക്കും. ഏറ്റവും ഡിസ്റ്റിങ്ക്റ്റായിട്ടുള്ള ഒരു തെളിവാണ്. ഇന്നത്തെ ശാസ്ത്രമനുസരിച്ചൊക്കെ നോക്കുക, പണ്ടത്തെ കാലത്ത് മുടി മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും ഗൗരവമായി എടുക്കുന്ന ഒന്നല്ല. ഓരോരുത്തരുടെയും മുടി പ്രത്യേകമാണ്. അതിൻ്റെ DNA പരിശോധിച്ചാൽ വർഷങ്ങൾക്ക് ശേഷവും ഇതാരുടേതാണ് എന്നറിയുവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി ഈ വലിയ സഭാഗാത്രത്തോട് ചേർക്കപ്പെടുവാനായി കാട്ടൊലിവായ നമ്മളെ ഒടിച്ച് നാട്ടൊലിവായ ക്രിസ്തുവിനോട് ചേർക്കുന്ന ഒരു ദിവ്യമായ ശുശ്രൂഷയാണ്. അതിൻ്റെ പരിസമാപ്തിയിൽ പരിശുദ്ധ ഏവൻഗേലിയോൻ സ്ഥാനാർത്ഥിയുടെ തോളിന്മേൽ വെച്ച് ആ ഏവൻഗേലിയോൻ വായിച്ച് അഭിഷേകം ചെയ്യുകയാണ്. പരിശുദ്ധ രഹസ്യങ്ങളിൽ കയ്യാവസിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ കയ്യാവസിപ്പിച്ച് ദിവ്യരഹസ്യങ്ങളിൽ നിന്ന് ശക്തി പകർന്ന് 3 പ്രാവശ്യം സ്ഥാനാർത്ഥിയെ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ പട്ടക്കാരനായി തീരുവാനായിട്ടുള്ള വിളി ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനായിട്ടൊക്കുകയില്ല. ഇനിയും മുന്നോട്ടുള്ള ഗമനമാണ്. അത് വിശ്വസ്തയോടുകൂടി നിർവഹിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രലോഭനങ്ങളും ഒരുപാട് ആരോപണങ്ങളും ഒക്കെ ഇന്ന് അപകടപൂർണമായൊരു ശുശ്രൂഷയാണ്. പണ്ട് വൈദിക ശുശ്രൂഷയിലേക്ക് വരുന്നത് വലിയ അഭിമാനമായി കരുതിയിരുന്നുവെങ്കിൽ ഇന്ന് അല്പം ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും
വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ കൂദാശയുടെ സംരക്ഷകനായി വിളിക്കുകയാണ്. ഓരോ കൂദാശയും അതിൻ്റെ ഗൗരവത്തോടു കൂടി അനുഷ്ഠിക്കുവാൻ, എത്ര ചെറുതായാലും വലുതായാലും ആ ശുശ്രൂഷയോടുള്ള നമ്മുടെ ആഭിമുഖ്യം, അത് അനുഷ്ഠിക്കുന്നതിലുള്ള നമ്മുടെ താല്പര്യം, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ നമുക്ക് പൗരോഹിത്യം ലഭിച്ചതുകൊണ്ട് യാന്ത്രികമായി അത് കൂദാശകൾ അങ്ങ് നിർവഹിച്ചു പോകുന്നതല്ല. അതിനുവേണ്ടി ഓരോ വൈദികനും ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഓരോ കുർബാനയും ആദ്യത്തെ കുർബാനയും അവസാനത്തെ കുർബാനയുമാണെന്ന് കരുതി ഒരുക്കത്തോടെ ആയിരിക്കണം. കുർബാന ചൊല്ലി ത്രോണോസിനോട് യാത്ര ചോദിക്കുന്നത് ഇനിയും നിൻ്റെ സന്നിധിയിലേക്ക് വരുമോ എന്ന് നിശ്ചയമില്ല. ആയതുകൊണ്ട് ആ ഓർമ്മ, സ്മരണ നിലനിർത്തത്തക്കവണ്ണം ഒരുക്കത്തോടു കൂടിയാണ് ഓരോ ദിവ്യബലിയും അർപ്പിക്കുന്നത്. കാൽവറിയിലെ ക്രിസ്തുവിൻ്റെ പരമയാഗത്തോട് ചേർന്ന് ആ ബലിയുടെ തുടർച്ച ഈ ലോകത്തിൽ നിർവഹിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് വൈദികർ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ്. ആ ഭാവം, യേശുക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകണം. പലപ്പോഴും ഞാൻ സെമിനാറിലുമൊക്കെ പറയുന്നത്, തൊപ്പി തലയിലോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനെയും അനുസരിക്കുകയില്ല, പെട്ടെന്ന് കോപിക്കുക, എന്തെല്ലാം കാര്യങ്ങളിൽ മനുഷ്യനെ ഉറപ്പിക്കാമോ ആ കാര്യങ്ങളിലെല്ലാം ഉത്സുകരായിരിക്കുന്നവരെ പലപ്പോഴും കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ് നമ്മുടെ സംസാരത്തിൽ, ഭാവത്തിൽ, വേഷവിധാനത്തിൽ, ജീവിതചര്യയിലെല്ലാം ക്രിസ്തുവിനെ പ്രതിബിംബിക്കുവാൻ തക്കവണ്ണം ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള ആഗ്രഹത്തിലായിരിക്കണം വളരേണ്ടത്. സഭയുടെ വിശ്വാസം പഠിക്കണം. സെമിനാരിയിലുള്ള കേവലം ഒരു ഇനിഷ്യേഷൻ മാത്രമേ ആകുന്നുള്ളൂ. അത് തുടർന്ന് പഠിക്കണം. ഇപ്പോൾ പട്ടംകുടയുടെ ആരംഭഭാവത്തിൽ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും ആ പഠനത്തിൻ്റെ അറിവിൽ നിന്നുകൊണ്ട് വേണം പ്രബോധനം നിർവഹിക്കേണ്ടത്. അത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നാണ്. ഏൽപ്പിക്കുന്ന ദൈവജനം പലതരത്തിലുള്ള ആളുകളാണ്. കുഞ്ഞുങ്ങളുണ്ട്, യുവാക്കന്മാരുണ്ട്, വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. അവരെല്ലാവരെയും കേടും ഭിന്നതയും കൂടാതെ ചേർത്ത് നിർത്തി എല്ലാവരുടെയും ആത്മീയമായ ആവശ്യങ്ങളിൽ സമീപസ്ഥനായി നിന്നുകൊണ്ട് വിളിക്കാതെ ആവശ്യങ്ങളിൽ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയണം. ആരും നമുക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സമയങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് കഴിയണം. ആന്തരികമായ ഒരു രൂപാന്തരമാണ് ഇതിലൂടെ നടക്കുന്നത്. ആ രൂപാന്തരത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടയാകരുത്. കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചു. 12 പേർക്കും ആ നിയോഗം നൽകിയെങ്കിലും അതിലൊരാൾ തെറ്റി അന്ധകാരത്തിലേക്ക് പോയി. ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ശോഭയോടെ ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള നിയോഗം, അവിടെ ചിലപ്പോൾ കഷ്ടപ്പാടുകളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നില്ല. എന്നാൽ അവിടെയൊക്കെ ക്ഷമയോടെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവജനത്തെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഒരു നിയോഗം പ്രിയപ്പെട്ട ശമ്മാസിന് ഇന്ന് നൽകുകയാണ്. സഭയുടെ കൂദാശയുടെ ഒരു എക്സ്റ്റൻഷനാണ് അത്. നമ്മൾ അനുഷ്ഠിക്കുന്ന കുർബാന മാത്രമല്ല, ഓരോ വൈദികനും ഒരു കൂദാശയാണ്. ദൈവസാന്നിധ്യം പരിലസിക്കുന്ന ദൈവസാന്നിധ്യം ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രഘോഷിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അതുകൊണ്ട് ആ ജീവിതം ഒരു കൂദാശയായി ഒരുക്കമുള്ളതായിരിക്കാനായിട്ട് കഴിയണം. കൊണ്ട് ദൈവത്തിൻ്റെ വിളി, തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ആ വിധത്തിൽ പ്രത്യേകമായി ഈ ശുശ്രൂഷയിലേക്ക് അടുത്തു വരുവാനും ഈ ശുശ്രൂഷയിലൂടെ സഭാഗാത്രം സന്തോഷിക്കുവാനും ഇടയാകും. ഒരു ചെറിയ കാര്യം മതി സഭ മുഴുവനും, സഭാംഗങ്ങളും ഒക്കെ ദുഃഖിക്കുവാനും ലജ്ജിക്കുവാനും ഒക്കെ ഇടയാകും. ഒരു സാധാരണക്കാരൻ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്താലും ആരും അറിയുകയില്ല. എന്നാൽ വൈദിക സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും ശ്രദ്ധാപാത്രമാണ്. അതിൽ ചെറിയ
ലാഞ്ചന, തെറ്റിൻ്റെ ചെറിയ സൂചന പോലും വന്നാൽ ആ ജീവിതത്തെ മലിനമാക്കും എന്നുള്ളത് ഓർക്കുകയും ഞാൻ നിമിത്തം എൻ്റെ സഭയ്ക്കോ ഇടവകയ്ക്കോ പിതാക്കന്മാർക്കോ സഹോദര വൈദികർക്കോ ലജ്ജയോ അപമാനമോ ദുഃഖമോ ഉണ്ടാക്കാതിരിക്കാൻ തക്കവണ്ണം ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈ ഇടവങ്കാട് സെൻറ്റ് മേരീസ് ദേവാലയം അനേകം വൈദികരെ സഭയ്ക്ക് നൽകിയിട്ടുള്ളൊരു ഇടവകയാണ്. വളരെ ശ്രേഷ്ഠമായി അവരൊക്കെയും സഭാ ശുശ്രൂഷ പ്രവർത്തിക്കുന്നു, സഭാ ശുശ്രൂഷയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ പിന്നണിയിലേക്ക് ഇന്ന് ഈ പുതിയ കശീശായും ചേർക്കപ്പെടുകയാണ്. ആ ജീവിതം കണ്ട് അനേകർ സഭാ ശുശ്രൂഷയിലേക്ക് വരുവാൻ ഇതൊരു പ്രിവിലേജ് അല്ല. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി തീരുകയാണ്. അതുകൊണ്ട് പ്രിവിലേജ് ഇല്ലാത്ത, സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാത്ത, ധനസമ്പാദനത്തിനുള്ളൊരു ഉപാധിയാക്കി മാറ്റാത്ത ഒരു നല്ല ശുശ്രൂഷക്കാരനായി നിയമിക്കുന്നവരോട് വിധേയത്വവും ബഹുമാനവും സഭാ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിലുള്ള ഉത്സാഹവും ഒക്കെ ഉണ്ടാകണം. ചിലർ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആരാ വിട്ടതെന്ന് പോലും ഓർക്കാതെ തന്നിഷ്ടം പ്രവർത്തിക്കുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്. അങ്ങനെ ആയിരിക്കരുത്. ആരാണ് വിട്ടതെന്നുള്ള ബോധ്യത്തോടു കൂടി അനുസരണവും പാകതയും വിനയവും ഉള്ളവരാണ് ശോഭിക്കുന്നത്. താഴ്ന്ന നിലത്തെ നീരോടു, അവിടെ ദൈവം ഗുണ ചെയ്യും. ആ വിനയമാണ് നമ്മുടെ ശുശ്രൂഷയുടെ വിജയം. ആ വിധത്തിലെല്ലാ നന്മകളും ഈ ശമാസിന് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ വലിയ ഒരു വൈദിക സംഘം അവരോട് ചേർന്ന് പ്രവർത്തിക്കുവാനും ഈ ഇടവകയുടെ അഭ്യുന്നതിക്കും ഉയർച്ചയ്ക്കും ഒക്കെ മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം ശമാസ് കശീശായുടെ സ്ഥാനത്തിന് യോഗ്യമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തരത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഈ ശമാസിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഇവിടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുൻഗാമി തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയുടെ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ആ ശ്രദ്ധയോടുകൂടി തുടർന്ന് ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് നന്ദിയോടെ ഓർക്കുന്നു. നല്ല പാട്ടുപാടാനുള്ള കഴിവുകളുണ്ട്. നമുക്ക് ദൈവം തരുന്ന താലന്തുകളൊക്കെ മനുഷ്യരുടെ ഉപയോഗത്തിനായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തിപ്പെടുത്തട്ടെ. എല്ലാവരെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കുന്നു.